ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ട് രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കുറച്ച് ഞാൻ ചിക്കൻ പീസസ് കട്ട് ചെയ്ത് അതിനകത്ത് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പൗഡർ ചെയ്യാനുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കുറച്ച് മല്ലിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. മല്ലി ആണെങ്കിൽ മല്ലി എടുക്കാം. ഞാൻ ഇവിടെ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പെപ്പർ, കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഡ്രൈ ചില്ലി, വറ്റൽമുളക്, കറിവേപ്പില. ഇത്രയും ഈ പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് പൗഡേർഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനാവശ്യം ഒരു തക്കാളി വേണം. ഞാനിപ്പോൾ ഈ ക്വാണ്ടിറ്റിയുടെയാണ് അളവ് പറയുന്നത്. ഈ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റിയുടെ അളവാണ് പറയുന്നത്. അപ്പോൾ ഒരു തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, ഗ്രീൻ ചില്ലി 1, അത് ചെറിയ സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. മല്ലിയില, കറിവേപ്പില, ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ജിഞ്ചർ, ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഗാർലിക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് ആണ് വേണ്ടത്. ഇത് കൂടാണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ പ്ലേറ്റിൽ പൗഡേർഡ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന എല്ലാം നല്ലോണം മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് പൗഡേർഡാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. നമ്മളിന്ന് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടിയിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, ഉലുവ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മൾ പൗഡേർഡാക്കി വെച്ചിരിക്കുന്ന രസത്തിൻ്റെ പൗഡേർഡാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തതുകൊണ്ട് ആവശ്യത്തിന് ഇതിൽ ചേർത്താൽ മതി. അത് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇത് നല്ലോണം ഒന്ന് 1 മിനിറ്റ് ഫ്രൈ ചെയ്യാം. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു നല്ലോണം മിക്സ് ചെയ്യാം. നമുക്ക് രസത്തിന് ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് അധികം നേരം വേണ്ട. കുക്ക് ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ് ചേർക്കുകയാണെങ്കിൽ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യണവരെയും അതിനാവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിക്കേണ്ടി വരും. ഇനി കുറച്ച് കായം പൊടി അതും കൂടെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം ഒരു 10 മിനിറ്റ്സ് നല്ലോണം ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. നമ്മുടെ ചിക്കൻ രസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കണ്ടോ, നല്ല തിക്കായിട്ട് കണ്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. തൊണ്ടവേദനയും എല്ലാം മാറാനായിട്ടൊക്കെ നല്ലതാണ്. ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ രസം വെച്ച് നമ്മൾ ചൂട് ചോറിൽ കഴിച്ചാൽ മതി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. Thank you friends.